ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി പനീറാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ 200 ഗ്രാം ക്യൂബായി അരിഞ്ഞത്, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, സവാള വലുത് ഒരെണ്ണം ക്യൂബായി അരിഞ്ഞത്, ക്യാപ്സിക്കം വലുതൊരെണ്ണം ക്യൂബായി അരിഞ്ഞത്, ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 2 വട്ടത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 4 അല്ലി വട്ടത്തിലരിഞ്ഞത്, എണ്ണ 3 ടേബിൾ സ്പൂൺ. ആദ്യമായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മുളക് പൊടിയും കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പനീർ ഇട്ട് നമുക്ക് നല്ലതുപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പനീറിലും മസാല പിടിക്കണം. ഇനി നമുക്ക് ഒരു തവ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പനീർ ഒന്നൊന്നായി അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ തീയെ സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ഒന്ന് മാറി തുടങ്ങട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ നിറം മാറേണ്ട ആവശ്യമില്ല, അത് ചെറുതായി ഒന്ന് വാടിയാൽ മതി. ഇപ്പോൾ ക്യാപ്സിക്കം എല്ലാം നന്നായി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്.
അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് സോയാ സോസും ചില്ലി സോസും ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി അതൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെമി ഗ്രേവിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.